ആലുവ പോലീസ് ക്ലബ്ബിൽ നിന്നും അല്പസമയത്തിനകം ദിലീപിനെ തെളിവെടുപ്പിനായി കൊണ്ടുപോകും. എവിടെയാണ് തെളിവെടുപ്പ് നടത്തുക എന്നത് വ്യക്തമാക്കിയിട്ടില്ല അന്വേഷണ സംഘം. പ്രത്യേകിച്ച് ദിലീപിനെ രാവിലെ കോടതിയിൽ കൊണ്ടുപോയപ്പോൾ അടക്കം വലിയ തിരക്ക് ആൾക്കൂട്ടം ആയിരുന്നതുകൊണ്ട് ആ വിധത്തിലുള്ള ഒരു ജനത്തിരക്ക് ഒരുപക്ഷെ തെളിവെടുപ്പിനെ ബാധിക്കും എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ അറിയിച്ചിട്ടില്ല എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുക എന്ന്. ഒരുപക്ഷെ MG റോഡിലുള്ള അബാദ് പ്ലാസയിലായിരിക്കും. അവിടെയാണ് സുപ്രധാനമായ ഗൂഢാലോചന നടന്നിട്ടുള്ളത്. പൾസർ സുനിയുമായി ദിലീപ് ഗൂഢാലോചന നടത്തി എന്ന സുപ്രധാനമായ കേന്ദ്രം അവിടെ വെച്ചാണ്. ഒപ്പം തന്നെ ജോർജ് ടെൻസ്പൂരത്തിന്റെ ചിത്രത്തിന്റെ ലൊക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. എവിടേക്കാണ് തെളിവെടുപ്പിനായി കൊണ്ടുപോകുക എന്ന് വ്യക്തമല്ല. പക്ഷേ അല്പസമയത്തിനകം തന്നെ തെളിവെടുപ്പിനായി കൊണ്ടുപോകും. കൊച്ചിയിൽ 2 ഇടങ്ങളിലും മറ്റൊരിടത്തും അതായത് 3 ഇടങ്ങളിലായാണ് തെളിവെടുപ്പ് നടത്തുക എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അല്പസമയത്തിനകം ദിലീപിനെ തെളിവെടുപ്പിനായി കൊണ്ടുപോകും. കൊച്ചിയിൽ 2 ഇടങ്ങളിൽ ഒരുപക്ഷെ ജോർജ് ടെൻസ്പൂരം ചിത്രത്തിന്റെ ലൊക്കേഷനിലാവാം. പ്രത്യേകിച്ച് റിമാൻഡ് റിപ്പോർട്ടിലെ വിഷയങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ദിലീപ് തള്ളിയിട്ടുണ്ട്. റിമാൻഡ് റിപ്പോർട്ടിൽ യെസ് 3 ഇടങ്ങളിലായാണ് തെളിവെടുപ്പ് നടത്തുക. കൊച്ചിയിലെ അബാദ് പ്ലാസ, MG റോഡിലുള്ള അബാദ് പ്ലാസ, കൊച്ചിയിലെ സ്വിഫ്റ്റ് ജംഗ്ഷൻ, തൊടുപുഴയിൽ, ഇവിടെ 3 ഇടങ്ങളിലായാണ് ഇന്ന് തെളിവെടുപ്പ് നടത്തുക എന്നതാണ് ഏറ്റവും പുതിയ വിവരം. നികേഷ് ചേർന്നുണ്ട് വിശദാംശങ്ങളുമായി. യെസ്, ഏതായാലും അല്പസമയത്തിനകം തെളിവെടുപ്പിനായി ആലുവ പോലീസ് ക്ലബ്ബിൽ നിന്നും ദിലീപിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. 3 ഇടങ്ങളിലായാണ് ഇന്നിപ്പോൾ സുപ്രധാനമായും തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് എന്ന് അന്വേഷണ സംഘം നിശ്ചയിച്ചിട്ടുള്ളത്. ദിലീപിനെ കൊണ്ടുപോകുന്നതിനായി വലിയൊരു പോലീസ് സന്നാഹം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ആലുവ പോലീസ് ക്ലബ്ബിന് മുന്നിൽ നിന്നും വാഹനം തയ്യാറാക്കിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ആലുവ പോലീസ് ക്ലബ്ബിന് മുന്നിൽ നിന്നും തെളിവെടുപ്പിനായി കൊണ്ടുപോകും. ഈ 3 സ്പോട്ടുകളിൽ എവിടേക്കാണ് ആദ്യം കൊണ്ടുപോകുക എന്ന് വ്യക്തമായിട്ടില്ല. പക്ഷേ ഇവിടെ 3 ഇടങ്ങളിലായാണ് ഇന്ന് തെളിവെടുപ്പ് നടക്കുക. കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന, സുപ്രധാനമായ ഗൂഢാലോചന നടന്നു എന്ന് കരുതപ്പെടുന്ന 3 ഇടങ്ങളിലാണ് തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നത്. നികേഷ് ചേർന്നു വിവരങ്ങളുമായി. യെസ്, അല്പസമയത്തിനകം ഇതിന്റെ ഡീറ്റെയിൽസ് നികേഷ് നൽകുന്നതാണ്. 3 ഇടങ്ങളിലായാണ് തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നത്. നികേഷ്, എവിടെയൊക്കെയാണ് തെളിവെടുപ്പിന് കൊണ്ടുപോകുക? വിശദാംശങ്ങൾ. കൊച്ചിയിൽ 2 ദിലീപിനെ എത്തിച്ച് തെളിവെടുക്കുക. കൊച്ചിയിലെ തോപ്പുംപടി സ്വിഫ്റ്റ് ജംഗ്ഷനിലായിരിക്കും ആദ്യം എത്തിക്കുക. അതോടൊപ്പം തന്നെ കൊച്ചിയിലെ MG റോഡിലെ അബാദ് പ്ലാസയിലും എത്തിച്ച് തെളിവെടുക്കാൻ സാധ്യതയുണ്ട്. അബാദ് പ്ലാസയിൽ ഏത് സാഹചര്യത്തിലും പോലീസിന് ദിലീപിനെ എത്തിക്കേണ്ടി വരും. കാരണം ഇതിന്റെ ആദ്യ ഗൂഢാലോചന നടന്നത് അബാദ് പ്ലാസയിൽ വെച്ചാണ്. അബാദ് പ്ലാസയിലെ 410-ാം റൂമിൽ വെച്ചാണ് ഗൂഢാലോചന നടന്നതെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് വ്യക്തമായ മൊഴി പോലീസിന് ഇതിനകം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സാഹചര്യ തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 2013 ഇത്തരത്തിൽ ഒരു ആദ്യ ഗൂഢാലോചന നടന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു കേന്ദ്രമായി ദിലീപിനെ ആലുവ പോലീസ് ക്ലബ്ബിൽ നിന്നും ഇപ്പോൾ പുറത്തേക്ക് ഇറക്കിയിരിക്കുകയാണ്. 3 ഇടങ്ങളിലായാണ് തെളിവെടുപ്പ് ഉള്ളത്. പ്രൊട്ടക്ഷൻ പോലീസിന് വലിയൊരു സന്നാഹം തന്നെ അവിടെ ഒരുക്കിയിരിക്കുന്നു. വാഹന വ്യൂഹമായിരിക്കും ദിലീപിനെ തെളിവെടുപ്പിനായി കൊണ്ടുപോകുക. MG റോഡിലെ അബാദ് പ്ലാസ, ഇവിടെയാണ് സുപ്രധാനമായ ഗൂഢാലോചന നടന്നു എന്ന് പോലീസിന് വ്യക്തമായ വിവരവും തെളിവുകളും അടക്കം കിട്ടിയിരിക്കുന്നത്. അവിടേക്ക് ഏത് നിമിഷവും കൊണ്ടുപോകാമെന്ന സൂചനകൾ തന്നെയാണ് ഉള്ളത്. ഏതായാലും തെളിവെടുപ്പ് 3 ഇടങ്ങളിലായാണ് നടക്കുക. തെളിവെടുപ്പിനായി ദിലീപിനെ കൊണ്ടുപോകുകയാണ് ആലുവ പോലീസ് ക്ലബ്ബിൽ നിന്നും. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ കോടതി റിമാൻഡ് പോലീസ് കസ്റ്റഡിയിൽ 2 ദിവസത്തേക്ക് കൂടി ദിലീപിനെ വിട്ടതോടുകൂടി വളരെ സുപ്രധാനമായ തെളിവെടുപ്പ് തന്നെയാണ് പോലീസ് ലക്ഷ്യം വെക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് 3 ഇടങ്ങളിലായി തെളിവെടുപ്പ് നടത്താൻ ഇപ്പോൾ അന്വേഷണ സംഘം ഉദ്ദേശിച്ചിട്ടുള്ളത്. വാഹന വ്യൂഹമായിരിക്കും അന്വേഷണ സംഘം തെളിവെടുപ്പിനായി കൊണ്ടുപോകുക. നിരവധി പോലീസ് വാഹനങ്ങൾ ഈ പ്രധാന വാഹനത്തിന് അകമ്പടി ചേരുന്നുണ്ട്. ദിലീപിനെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം ആലുവ പോലീസ് ക്ലബ്ബിൽ നിന്നും പുറത്തേക്ക് പോകുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 ഇടങ്ങളിലായി തെളിവെടുപ്പ് നടത്തുക എന്നതാണ് ഇപ്പോൾ ഇന്നത്തെ ദിവസം ദിലീപിന്റെ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട വിശദമായ തെളിവെടുപ്പിന്റെ ഒരു പശ്ചാത്തലം ഉള്ളത്. കൊച്ചിയിൽ 2 ഇടങ്ങളിലും തൊടുപുഴയിലുമായാണ്
തെളിവെടുപ്പ് നടക്കുക. ദിലീപിനെ വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇതാ പുറത്തേക്ക് പോവുകയാണ് ആലുവ പോലീസ് ക്ലബിൽ നിന്നും. എവിടേക്കാണ് ആദ്യം പോവുക എന്ന കാര്യം വ്യക്തമല്ല. പക്ഷെ കൊച്ചിയിൽ രണ്ടിടങ്ങളിലായി അബാദ് പ്ലാസ, ഒപ്പം തന്നെ സിഫ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലായാണ് കൊച്ചിയിലെ തെളിവെടുപ്പ് ഉള്ളത്. നികേഷ് ചേർന്നുണ്ട് വിവരങ്ങളുമായി. നികേഷ്, എങ്ങനെയാണ്, എവിടെയൊക്കെയാണ് തെളിവെടുപ്പിന് കൊണ്ടുപോകുക? ഒരുപക്ഷെ വലിയൊരു ക്രൗഡ് ഉണ്ടാകാം, അതുകൊണ്ട് ഏറെ നേരമുള്ള ഒരു തെളിവെടുപ്പ് സാധ്യമല്ല. പക്ഷെ വളരെ സുപ്രധാനമാണ് കേസ് അന്വേഷണത്തിൽ ഇത്. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും തെളിവെടുപ്പ്? ഈ കേസ് അന്വേഷണത്തിൽ ഈ തെളിവെടുപ്പ് വളരെ സുപ്രധാനമാണ്. സാങ്കേതിക അർത്ഥത്തിൽ ആണെങ്കിൽ കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കേസ് അത്രയും പ്രമാദമായതാണ്. അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ രണ്ടിടത്താണ് തെളിവെടുപ്പ് നടക്കുക. നേരത്തെ സൂചിപ്പിച്ച പോലെ തോപ്പുംപടിയിലെ സ്വിഫ്റ്റ് ജംഗ്ഷൻ, അതോടൊപ്പം തന്നെ കൊച്ചി MG റോഡിലെ അബാദ് പ്ലാസ എന്നിവിടങ്ങളിൽ എത്തിച്ചുകൊണ്ടായിരിക്കും തെളിവെടുപ്പ്. അതോടൊപ്പം മറ്റൊരു സാധ്യത തൊടുപുഴയിൽ വെച്ച് പൾസർ സുനിയും ദിലീപും കണ്ടതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. തൊടുപുഴയിലെ ശാന്തിഗിരി കോളേജിലെ ലൊക്കേഷൻ, അവിടെ ദിലീപിന്റെ ഷൂട്ടിംഗ് നടന്ന സമയത്ത് പൾസർ സുനിയും ദിലീപും കണ്ടതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അവിടെ വെച്ചും ഗൂഢാലോചന നടന്നതായി സൂചനയുണ്ട്. ഏതായാലും ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഗൂഢാലോചന നടക്കുന്നത് 2013 2013 അമ്മയുടെ പരിപാടിയുടെ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ചാണ് ദിലീപും പൾസർ സുനിയുമായി ആദ്യമായി ഈ കേസ് സംബന്ധിച്ച് ഗൂഢാലോചന നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അബാദ് പ്ലാസയിൽ എത്തിച്ച് ദിലീപിനെ പോലീസ് തെളിവെടുക്കും. അതോടൊപ്പം തന്നെ തോപ്പുംപടിയിലെ സ്വിഫ്റ്റ് ജംഗ്ഷനിൽ വെച്ചും തെളിവെടുക്കും. 410 റൂമിലാണ് ഇരുവരും വെച്ച് കൂടിക്കാഴ്ച നടത്തിയത്. അന്നാണ് ദിലീപ് പൾസർ സുനിയോട് പറഞ്ഞത് നടിയെ ആക്രമിച്ചുകൊണ്ട് അത് ദൃശ്യങ്ങൾ പകർത്തണമെന്നും ഇത്തരത്തിലുള്ള ആദ്യ ഗൂഢാലോചന നടന്ന കേന്ദ്രമെന്ന നിലയിൽ അല്പസമയത്തിനകം ദിലീപിനെ ഈ രണ്ട് കേന്ദ്രങ്ങളിലും എത്തിക്കും. വലിയ ജനത്തിരക്ക് പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ കോടതിയിൽ എത്തിച്ചപ്പോഴും ജയിലിൽ എത്തിച്ചപ്പോഴും ജനങ്ങളിൽ നിന്ന് വലിയ തോതിലുള്ള പ്രതികരണമാണ് ഉണ്ടായത്. അത്തരത്തിൽ ജനങ്ങൾ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് വലിയ ബന്ദോബസ്ത് ഒരുക്കിയിട്ടുണ്ട്. വളരെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ദിലീപിനെ തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നത്. സൗമ്യ, യെസ്, അവിടെ ഈ നികേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ സമയത്തിലുള്ള ഒരു തെളിവെടുപ്പായിരിക്കുമോ നടത്തുക? പ്രത്യേകിച്ച് ഈ ക്രൗഡഡ് ഏരിയ തന്നെയാണ്, എല്ലാവർക്കും സ്പോട്ട് അറിയാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ വാർത്തകളായി പുറത്തു തന്നെ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ തിരക്ക് അവിടെ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇപ്പോൾ വളരെ പെട്ടെന്നുള്ള ഒരു തെളിവെടുപ്പായിരിക്കുമോ നടത്തുക? സ്വാഭാവികമായും സാങ്കേതിക അർത്ഥത്തിലെങ്കിലും പോലീസിന് ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. ജനങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. കാരണം ഈ കേസിന് ലഭിച്ച മാധ്യമ ശ്രദ്ധ, അതോടൊപ്പം തന്നെ ദിലീപിനെ പോലുള്ള ഒരു താരം, അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ രണ്ടിടങ്ങളിലും കൂടാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ 2013 മാർച്ച് മാസത്തിലാണ് ദിലീപും പൾസർ സുനിയും MG റോഡിൽ അബാദ് പ്ലാസയിൽ വെച്ച് നടിയെ ആക്രമിക്കാൻ ആദ്യമായി പദ്ധതിയിട്ടത്. ദിലീപ് ഇതിനായി പൾസർ സുനിയെ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് ആ സമീപ കാലങ്ങളിലൊന്നും അത് സംബന്ധിച്ച് ഒരു നീക്കവും ഉണ്ടായില്ല. തുടർന്ന് കഴിഞ്ഞ വർഷം 2016 3 ഇരുവരും കൂടിക്കാഴ്ച നടത്തി. അതിൽ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് തോപ്പുംപടിയിലെ സ്വിഫ്റ്റ് ജംഗ്ഷൻ. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷവും ദിലീപിനെ വാഹനത്തിൽ വലിയ സുരക്ഷയിൽ ഈ രണ്ട് ഇടങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതായിരിക്കും. സൗമ്യ, അതായത് നമുക്കറിയാം ഈ ഗൂഢാലോചനയിലെ സുപ്രധാനമായ സ്പോട്ടുകൾ ഇത് മൂന്നുമാണ് എന്നതുകൂടി ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന് മുമ്പാകെ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ തെളിവെടുപ്പ് പ്രധാനമായുള്ളത്. നമുക്കറിയാം മറ്റു പല സ്ഥലങ്ങളും ജോർജ് ഏട്ടൻസ് പൂരത്തിന്റെ ലൊക്കേഷൻ അടക്കമുള്ള സ്പോട്ടുകളുണ്ട്. പക്ഷേ ഈ തൊടുപുഴ അടക്കമുള്ള കാര്യങ്ങൾ പുതുതായി ഇതിലേക്ക് ആഡ് ചെയ്യപ്പെട്ടതാണോ? നമുക്കറിയാം അബാദ് പ്ലാസയിലെ വിഷയങ്ങളൊക്കെ തന്നെ നമുക്കറിയാമായിരുന്നു. തൊടുപുഴയിലെ കേന്ദ്രമായി ഇതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടതല്ല. ഇന്നലെ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ ഇത് സംബന്ധിച്ച് കൃത്യമായ വിവരണങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ദിലീപിനെ റിമാൻഡ് ചെയ്യുമ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ദിലീപിനെ കോടതി റിമാൻഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ 4 കേന്ദ്രങ്ങൾ, അതായത് തോപ്പുംപടിയിലെ സ്വിഫ്റ്റ് ജംഗ്ഷൻ, അബാദ് പ്ലാസ, തൊടുപുഴയിലെ ശാന്തിഗിരി കോളേജിലെ ലൊക്കേഷൻ, തൃശൂർ ജോയ്സ് ഹോട്ടലിലെ പാർക്കിംഗ് ലോട്ട്, ഈ പാർക്കിംഗ് ലോട്ടിൽ വെച്ചാണ് ദിലീപിന്റെ വാഹനത്തിൽ ദിലീപിന്റെ BMW
45:54 വാഹനത്തിൽ വെച്ച് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത്. ഇരുവരുടെയും ബന്ധം തെളിയിക്കാൻ പോലീസിന് ബന്ധം തെളിയിക്കാനുള്ള നിർണായകമായ തെളിവിലേക്ക് ഇത് സഹായകമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ എല്ലാം എത്തിച്ച് ദിലീപിനെ തെളിവെടുക്കേണ്ടതുണ്ട്. ഈ ഗൂഢാലോചന സംബന്ധിച്ച് കൂടുതൽ പോലീസിന് അതിലേക്ക് കൂടുതൽ വെളിച്ചം വീശേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ദിലീപിനെ ഈ സ്ഥലങ്ങളിൽ എല്ലാം എത്തിച്ച് തെളിവെടുക്കണം എന്നത് ഈ കേസിനെ സംബന്ധിച്ച് നിർണായകമായ ഒരു ഘടകമാണ്. ഇവിടെ നിന്നും, അതായത് ആലുവ പോലീസ് ക്ലബിൽ നിന്നും കൊച്ചിയിലെ ഈ രണ്ടിടങ്ങളും അവിടേക്കുള്ള ദൂരം എത്രയാണ്? അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണോ ആദ്യഘട്ടത്തിലുള്ളത്? പോലീസ് വാഹനത്തിലാണെങ്കിൽ കൂടി ഈ രണ്ടിടങ്ങളിൽ ആദ്യം അബാദ് പ്ലാസയിൽ എത്തിക്കുകയാണെങ്കിൽ ഏകദേശം 35-40 മിനിറ്റ് അങ്ങോട്ട് എത്താൻ സമയമെടുക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്വിഫ്റ്റ് ജംഗ്ഷനിലും ഏകദേശം അത്ര തന്നെ സമയമെടുക്കും. അബാദ് പ്ലാസയിൽ എത്തി സ്വിഫ്റ്റ് ജംഗ്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇതിന് രണ്ടിനിടയിൽ ഒരു 15 മിനിറ്റ് മാത്രമേ പോലീസിന് വേണ്ടി വരുള്ളൂ. എങ്കിൽ കൂടി 1 മണിക്കൂറിനകം ഈ നടപടികൾ എല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് ദിലീപിനെ തിരികെ ആലുവ പോലീസ് ക്ലബിൽ എത്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പോലീസ് ഈ ഗൂഢാലോചനയിൽ ഒരു പ്രധാന കേന്ദ്രമായ തൊടുപുഴയിലും എത്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതും തള്ളിക്കളയുന്നില്ല. പക്ഷേ ഇപ്പോൾ ദിലീപിനെ കൊണ്ട് പോലീസ് കൊച്ചിയിലേക്കാണ് വരുന്നത്. സൗമ്യ, അങ്ങനെയെങ്കിലും എത്ര നേരം, പ്രത്യേകിച്ച് അബാദ് പ്ലാസയിൽ ഈ 410-ാം റൂമിൽ അവരെത്തി അന്നത്തെ സംഭവങ്ങൾ, ഒരുപക്ഷെ അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെയും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിഷയങ്ങളിലേക്ക് പോയില്ല എങ്കിൽ കൂടിയും ഈ പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിനുള്ളൊരു തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും? നമുക്ക് ലഭിക്കുന്ന വിവരം ആദ്യം അബാദ് പ്ലാസയിലെത്തും. അതിനുശേഷം ഈ 410-ാം റൂമിലേക്ക് ദിലീപിനെ കൊണ്ടുവന്നതിന് ശേഷം അവിടെ വെച്ച് കാര്യങ്ങൾ ദിലീപ് പോലീസിനോട് ഇത് സംബന്ധിച്ച് നേരത്തെ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് അവിടെ വെച്ച് പോലീസ് ചോദിച്ചറിയുകയും അവിടെ വെച്ച് തന്നെ ദിലീപിനോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ ആവശ്യപ്പെടുകയും ആയിരിക്കും. അതാണ് തെളിവെടുപ്പിന്റെ ഒരു പൊതു സ്വഭാവം. അത് തന്നെയായിരിക്കും അബാദ് പ്ലാസയിൽ സംഭവിക്കുക. അതിനുശേഷം സ്വിഫ്റ്റ് ജംഗ്ഷനിലേക്ക് എത്തും. ഇത് അബാദ് പ്ലാസയിൽ ആദ്യം എത്തുകയാണെങ്കിൽ സ്വിഫ്റ്റ് ജംഗ്ഷൻ അധികം അകലെയല്ല. അവിടെയും തെളിവെടുക്കും. അതിനുശേഷം അവിടെ ജംഗ്ഷനുണ്ട്. ഈ സ്വിഫ്റ്റ് ജംഗ്ഷൻ എന്ന് പറയുന്നത് റോഡിന് സമീപം തന്നെയാണ്. അവിടെ വെച്ച് ദിലീപിനോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം കാര്യങ്ങൾ അനുകൂലമാണെങ്കിൽ ഒരുപക്ഷെ തൊടുപുഴയിലേക്ക് കൊണ്ടുപോയേക്കും. അല്ലെങ്കിൽ തിരിച്ച് ആലുവ പോലീസ് ക്ലബിലേക്ക് തന്നെ തിരികെ എത്തിക്കും. ഒരു സുരക്ഷാ പ്രശ്നം കണക്കിലെടുത്താണെങ്കിൽ ഇന്ന് തന്നെ ഈ മുഴുവൻ നടപടികളും പൂർത്തിയാക്കാനുള്ള സാധ്യതയുണ്ട്. ഒരിക്കൽ കൂടി ദിലീപിനെ പോലുള്ള ഒരു സിനിമാ നടനെ ഇത്തരത്തിൽ ആളുകൾ കൂടുമെന്ന് പോലീസിനറിയാം. അതുകൊണ്ട് ദിലീപിനെ പോലുള്ള ഒരു സിനിമാ നടനെ ഇത്തരത്തിൽ 2-3 തവണ ആലുവ പോലീസ് ക്ലബിൽ നിന്ന് ഇറക്കുകയും കയറ്റുകയും ചെയ്യുന്നത് പോലീസിനെ സംബന്ധിച്ച് വളരെ ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ ഈ നടപടികളെല്ലാം ഇന്ന് തന്നെ പൂർത്തിയാക്കാനാണ് സാധ്യത. നികേഷിലേക്ക് തന്നെ വളരെ വേഗം തിരികെ എത്താം. ഇന്ന് സുപ്രധാനമായും 3 ഇടങ്ങളിലാണ് തെളിവെടുപ്പ് ഉള്ളത്. ആലുവ പോലീസ് ക്ലബിൽ നിന്നും ദിലീപിനെ വഹിച്ചുള്ള വാഹന വ്യൂഹം തെളിവെടുപ്പിനായി പുറപ്പെട്ടു. കൊച്ചിയിൽ 2 ഇടങ്ങളിലും തൊടുപുഴയിലുമാണ് തെളിവെടുപ്പ് ഉള്ളത്. തോപ്പുംപടി ജംഗ്ഷനിലെ തോപ്പുംപടിയിലെ സ്വിഫ്റ്റ് ജംഗ്ഷൻ, അബാദ് പ്ലാസയിലെ 410-ാം മുറി, ശാന്തിഗിരി കോളേജ് തൊടുപുഴ അവിടുത്തെ ലൊക്കേഷനിൽ വെച്ചുണ്ടായിരുന്ന ഗൂഢാലോചന അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ഇത്തരം കാര്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് തെളിവെടുപ്പ് നടത്തുക. അവിടെ എത്തി ദിലീപിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുകയായിരിക്കും അന്വേഷണ സംഘം ചെയ്യുക. ഏതായാലും ഇപ്പോൾ അല്പസമയത്തിന് മുൻപാണ് ആലുവ പോലീസ് ക്ലബിൽ നിന്നും ദിലീപിനെ വഹിച്ചുകൊണ്ടുള്ള വാഹനവ്യൂഹം തെളിവെടുപ്പിനായി പോയത്. കനത്ത സുരക്ഷയുടെ അകമ്പടിയോടുകൂടിയാണ് ദിലീപിനെ തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ച് രാവിലെ കോടതിയിലും കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് മുമ്പാകെയൊക്കെ ഹാജരാക്കുന്ന പശ്ചാത്തലത്തിലുണ്ടായ ജനങ്ങളുടെ വലിയൊരു പ്രതിഷേധം, അത് ഉണ്ടാകുമോ എന്ന ഒരു ഭീതി പൊതുവിൽ അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ തെളിവെടുപ്പിനെ ഇത് ബാധിക്കാൻ ഒരു വിധത്തിലും സാഹചര്യം ഒരുക്കാത്ത രീതിയിലായിരിക്കണം തെളിവെടുപ്പ് നടത്തേണ്ടത്. ആ ഒരു പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട കൊച്ചിയിലെ തിരക്കുള്ള 2 മേഖലകളിലാണ് ഈ തെളിവെടുപ്പ് നടത്തേണ്ടത്. തോപ്പുംപടിയിലെ സ്വിഫ്റ്റ് ജംഗ്ഷൻ, ഒപ്പം തന്നെ MG റോഡിലുള്ള അബാദ് പ്ലാസ. ഇവിടെ 2 ഇടത്തും ഒരുപക്ഷെ വലിയ തിരക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യത അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസിനെയൊക്കെ വിന്യസിച്ചുകൊണ്ടാകും ഈ ഇടങ്ങളിൽ തെളിവെടുപ്പ് നടത്തുക. അല്പം മുൻപാണ് പോലീസ് വാഹനം ദിലീപിനെ വഹിച്ചുകൊണ്ട് അവിടെ നിന്നും പുറപ്പെട്ടത്.